ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ സെക്കൻഡ് ഷോ രാംദാസ് തിയേറ്ററിൽ നിന്നാണ് നമ്മൾ ഗോള മൂവി കാണുന്നത്. അപ്പോൾ പടത്തിനെ കുറിച്ച് നമുക്ക് നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിരുന്നത്. ചെറിയ ഫിലിമാണ്, ഒരുപാട് അപാകതകൾ ഉണ്ടെന്നാലും നല്ല മൂവിയാണ്. ഭയങ്കര പോസിറ്റീവ് അഭിപ്രായമാണ് നമ്മുടെ പല ഫ്രണ്ട്സും പറഞ്ഞത്. ത്രില്ലർ വിഭാഗത്തിൽ പെടാവുന്ന ഒരു പടമാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ട് 2 മണിക്കൂർ മൂവിയുള്ളൂ. രസമായിട്ട് ചെയ്തു. ശരിക്ക് ഈ 2 മണിക്കൂർ ഈ പടത്തിൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ കൂടി വളരെ എൻഗേജ്ഡ് ആയിട്ട് 2 മണിക്കൂർ ബോറടിപ്പിക്കാതെ പിടിച്ചു നിർത്താനുള്ള എല്ലാ എലമെന്റ്സ് ഈ പടത്തിലുണ്ട്. പടത്തിലേക്ക് വരുമ്പോൾ സംജാത് പടത്തിന്റെ ഡയറക്ടർ ഒരു രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡയറക്ഷൻ നൈസാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്റർവെൽ ഒന്നും അറിഞ്ഞില്ല. ഈ പടത്തിനെ സംബന്ധിച്ച് ചെറിയൊരു സംഭവമാണ്. ഇപ്പോൾ IT ഫീൽഡിൽ നടക്കുന്ന, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കണക്ട് ആയിട്ട് നമ്മൾ വേറെ ഫിലിംസോ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് മേക്കിംഗ് രീതി, ഒരു IT ഫാമിലി നടക്കുന്ന ഒരു 14 എംപ്ലോയീസ് ഉണ്ട്. ആ IT കമ്പനിയിലെ ഓണർ മരിക്കുകയാണ് ബാത്റൂമിൽ. അങ്ങനെ കഥയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ്. പലരും പറയുന്നത് ആൾ കാല് തെറ്റി സ്ലിപ്പായി വീണതാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ നായകൻ്റെ ഫോക്കസ് വ്യൂ ഇൻവെസ്റ്റിഗേഷനിൽ എത്തി നിൽക്കുകയാണ്, തെളിയിക്കുകയാണ്. അത് ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് ലിമിറ്റേഷൻസ് ഈ പടത്തിലുണ്ട്. BGMലായാലും ചില സമയം നല്ല രീതിയിൽ BGM വർക്കൗട്ട് ആകുന്നുണ്ട്. പല പല കാര്യങ്ങളിൽ ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പം നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതികൾ ഒക്കെ ഉണ്ട്. പക്ഷെ നായകൻ്റെ ഹീറോയിസ് ഒക്കെ ചില ഭാഗത്ത് ഭയങ്കരമായിട്ട് ഡയലോഗ്സ് ഒക്കെ കണക്ട് ആയിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് ഇത് പോരാൻ തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിവേ എനിക്കും ഇഷ്ടപ്പെട്ടു പടം പേഴ്സണലി. ഇന്നലെ ഞാൻ കാണുന്ന സമയത്ത് പടം ഹൗസ്ഫുള്ളായിരുന്നു. രാംദാസിൽ ഏകദേശം ഒരു 90% ഉണ്ടായിരുന്നു പടത്തിൽ. അപ്പോൾ രഞ്ജിത്ത് സജീവാണ് ഈ പടത്തിൻ്റെ നായകനായിട്ട് വരുന്നത്. ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് കൽബ് മൈക്ക് എന്ന് 2 പടങ്ങൾ നായകനായിട്ടുണ്ട്. ഈ 2 പടങ്ങളിൽ കൽബ് ഞാൻ കണ്ടിട്ടുണ്ട്, മൈക്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണണം എനിക്ക് ആഗ്രഹിക്കുന്നു ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ. അടുത്ത നായക സ്ഥാനത്തേക്ക് വരാൻ പറ്റിയ ഒരു നടനാണ്. ബോഡി ഒക്കെ സെറ്റാണ്. ആളെ ബോഡി കാണിക്കുന്ന 2 സീൻ ജോൺ അബ്രഹാമിനെ ശരിക്കും ആലോചിച്ചു പോയി. വില്ലൻ റോളും അതുപോലെ തന്നെ നായകസ്ഥാനം ഒക്കെ ചെയ്യാൻ പറ്റിയ കഴിവുള്ള ഒരു ആക്ടറാണ്. അതിനുള്ള സ്കില്ലും ഉണ്ട് ആൾക്ക്. അടുത്ത സ്റ്റെപ്പിലേക്ക് വരാൻ പറ്റിയ ഒരു യുവ നടൻ തന്നെയാണ്. 3ാമത്തെ ഫിലിമാണ്. പിന്നെ ദിലീഷ് പത്തനാണ് IT കമ്പനിയുടെ ഓണറായിട്ട് അഭിനയിക്കുന്നത്. ആളുടെ മരണമായിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. ആൾ എല്ലാ പടത്തിലും ചെയ്യുന്ന പോലെ നന്നായി ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സണ്ണി വെയിൻ സൂപ്പർ, നമുക്ക് പറയാനില്ല. വളരെ കുറച്ച് റോളുകളുള്ള റോളുകൾ തകർത്ത് ചെയ്തിട്ടുണ്ട്. ചിന്നു നന്ദിനി നായർ തടിച്ചിട്ടുള്ള ഒരുപാട് പടങ്ങളിലുണ്ട്. ഇപ്പോൾ ആള് നൈസ് അഭിനയമാണ്. കുറേ പടങ്ങളുണ്ട്. നമുക്ക് ആള് ഒരുപാട് പടങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഭീമന്റെ മറ്റേ പടം വഴി കുഞ്ചാവൻ്റെ ഒരു പടത്തിലുണ്ട്. അതുപോലെ തന്നെ വിനയ ഫോട്ടോ ഒരു പടത്തിൽ ആദ്യത്തെ പടമാണ്. നല്ല ഗംഭീര പെർഫോമൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നടിയാണ്. അത് നന്നായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര്. സിനിമോഗ്രാഫി വിജയ്, എഡിറ്റർ മഹേഷ് ഭുവനന്ത്, മ്യൂസിക് എബി ആൽവിൻ സോമസ്, പ്രൊഡ്യൂസർ ഉദയ രാമചന്ദ്രൻ, എല്ലാവരും സിംഗേഴ്സ് സൂരജ് സന്തോഷ്, രഞ്ജിത്ത് ചേറോം. ഇപ്പോൾ ഒരു നല്ല ക്രൂ. അൻസിയർ പറയാൻ വിട്ടുപോയി, പോലീസുകാരൻ്റെ റോള് നൈസാണ്. പടം തിയേറ്ററിൽ വാച്ച് ചെയ്യാവുന്ന ഒരു മൂവിയാണ്. എൻ്റർടൈൻമെൻ്റ് ആണ്, ത്രില്ലർ മൂവിയാണ്. ആ വിഭാഗത്തിൽ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കാം. ഇതൊരു ചെറിയ സിനിമയാണ് കേട്ടോ. വലിയ നായകൻ അങ്ങനത്തെ ഒരു നായിക പ്രാധാന്യം അല്ലെങ്കിൽ നായിക പ്രാധാന്യം എന്നുള്ളൊരു ഫിലിം ഒന്നല്ല. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. നായകന് പെർഫോം ചെയ്യാൻ അത്യാവശ്യം സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലെന്താ പറയുക പ്രത്യേകത തോന്നി വെച്ചാൽ ഇതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും എല്ലാവരുടെ ക്യാരക്ടറും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ സ്പേസിലൂടെ ഈ പടം പോകുന്നത്. ഈ പടം തുടങ്ങുന്ന ഒരു പാട്ടാണ്. ആ പാട്ടിൽ നിന്ന് ഇതിലെല്ലാ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. അത് അവരെ ഓഫീസിലേക്ക് എത്തിക്കാം. അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടം. എൻഗേജിങ് ആണ്. ഇന്റർവെൽ അത് ഞാൻ അറിഞ്ഞില്ല. ചെറിയ ന്യൂനതകളൊക്കെ ഈ പടത്തിലുണ്ട്. അത് തേടി പോകണ്ടായിരുന്നു. ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കാവുന്ന പടമാണ്. പിന്നെ ബാത്റൂമിൽ സ്ലിപ്പ് ചെയ്ത് വീട് മരിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ ഈ കസ്റ്റമൈസ്ഡ് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനോട് പറയുകയാണ് ഇവിടെ ബാത്റൂം പാർട്ടീഷൻ കൊടുക്കണം, എല്ലാ IT കമ്പനിയിൽ നിന്ന് കൊടുക്കണം, അങ്ങനെ വെറ്റാൻഡറി കൺസെപ്റ്റ് ഒക്കെ ഉണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവനോട് പറഞ്ഞു പോയി. ബാത്റൂം സംബന്ധമായിട്ട് ബാത്റൂം നടക്കുന്നൊരു കൊലപാതകമാണ് ഇതാണിത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ അതായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് കണക്റ്റായി. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. അപ്പോൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ മൂവിയാണ്. OTTയിലേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽ പെടുന്ന നല്ല ഒരു ചെറിയ നല്ല സിനിമ പോയി ടിക്കറ്റ് എടുക്കുക, എൻജോയ് ചെയ്യുക, ആഘോഷിക്കുക. അപ്പോൾ ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എൻ്റെ സ്വന്തം